കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീട് കാണാനെത്തിയ സിദ്ധാർത്ഥിനും കൂട്ടർക്കും സുഭാഷ് ഏട്ടനെയും കൂട്ടരെയും കസിൻസ് ആണെന്ന് പറഞ്ഞ് നിധി പരിചയപ്പെടുത്തുകയാ. അത് സുധീഷിന് ആകെ ടെൻഷൻ ആവുകയാ. നിധി സിദ്ധാർത്ഥിനെയും ദിവ്യയെയും പുറകുവശം കാണിക്കാനായി കൊണ്ടുപോകുമ്പോഴേക്കും സുഭാഷ് ഏട്ടനോടായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, അവൾ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഞാൻ അവളുടെ കസിൻ ആണെന്ന്. അത് കേട്ട് നികേഷും ഹരീഷും പൊട്ടിച്ചിരിക്കുക. അതുകൊണ്ട് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ, അതുകൊണ്ടൊന്നും ഇല്ലേ, ഞാൻ അവളുടെ കസിനാ എന്ന് സുധീഷും. ദാ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അവിടുന്ന് നിധിയുടെ അടുത്തേക്ക് പോവുകയാ. സുധീഷിന്റെ വിഷമത്തോടെയുള്ള നിൽപ്പ് കണ്ട് നികേഷും ഹരീഷും പൊട്ടിച്ചിരിക്കേ. ചിരിക്കരുത്, രണ്ടും എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ എന്നവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ചിരിക്കേണ്ട അവസ്ഥ വരുമ്പോ ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അതാ എന്ന് പറഞ്ഞ് ഹരീഷ് വീണ്ടും പൊട്ടിച്ചിരിക്കുക. സുധീഷും ദേഷ്യത്തോടെ പുറകുവശത്തേക്ക് ചെല്ലുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അവിടെ സിദ്ധാർത്ഥിനും കൂട്ടർക്കും വീടിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. സുധീഷ് അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും സിദ്ധാർത്ഥ് സുഭാഷിന് ഷേക്ക് ഹാൻഡ് നൽകി. എനിവേ കൊള്ളാം, താങ്ക് യു ബ്രദർ, ഞങ്ങൾ എന്നാ ഇറങ്ങാം എന്ന് പറയേ. അയ്യോ ഇപ്പോഴോ, ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് വിടാമെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അതൊന്നും കൊടുക്കണ്ട എന്ന് പതിയെ പറയുന്നുണ്ട് സുധീഷും. ഏയ് ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ ഡയറ്റിലാ, ഒരു ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് മാത്രം ഞാൻ വരാമെന്ന് സിദ്ധാർത്ഥും പറയുന്നുണ്ട്. അപ്പോഴാണ് നികേഷ് അവർക്കുള്ള ജ്യൂസുമായി അങ്ങോട്ടെത്തുന്നത്. ജ്യൂസ് കഴിക്കുന്ന സുഭാഷ് പറയുകയാ, ഷുഗർ ഒഴിവാക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ, എന്നാലും എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ജ്യൂസ് എടുത്ത് കുടിക്കുകയാ. പിന്നീട് സിദ്ധാർത്ഥ് സുഭാഷിനോടായി യാത്ര പറയേ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരണമെന്ന് പറഞ്ഞ് സുഭാഷും അവരെ യാത്രയാക്കുകയാ. മോള് പോകുന്നുണ്ടോന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. പോകുന്നുണ്ടെന്ന് അവളും. പോട്ടെ എന്ന് നിധി നികേഷിനോടായി യാത്ര പറയുമ്പോഴേക്കും നിധിയും പോകുന്നുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ടെങ്കിലും അവന് മൈൻഡ് ചെയ്യാതെ നിധി അവരുടെ കൂടെ പോവുകയാ. അവർ കാറിനടുത്തേക്ക് നടന്നു വരുമ്പോഴേക്കും സുധീഷ് ചെന്ന് നിധിക്ക് കയറാനായി ബാക്ക് ഡോറും തുറന്നു പിടിച്ച് നിൽപ്പാ. നിധി അങ്ങോട്ട് വരുമ്പോഴേക്കും നിധി കയറിക്കോ എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും അവൾ മുൻ സീറ്റിലേക്ക് കയറുകയാ. താങ്ക് യു ബ്രദർ എന്ന് പറഞ്ഞ് സുധീഷ് തുറന്നു കൊടുത്ത ആ ഡോറിലൂടെ ദിവ്യ അകത്തേക്ക് കയറുകയാ. അവർ കാറെടുത്ത് പോകുമ്പോഴേക്കും ഫ്രണ്ട് സീറ്റിലിരുന്ന് പോകുന്നു എന്ന വിഷമത്തോടെ പറഞ്ഞു നിൽപ്പാ സുധീഷും. അവന്റെ ആ നിൽപ്പ് കണ്ട് സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷും എല്ലാം അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാ. സുധീഷും ചമ്മല് മറയ്ക്കാനായി അവിടെ തന്നെ നിൽക്കേ. ബ്രോ ഇങ്ങ് പോരെന്ന് ഹരീഷ് വിളിക്കുന്നുണ്ട്. സുധീഷ് ചെല്ലുമ്പോഴേക്കും അവർ സുധീഷിനെയും കൂട്ടി അകത്തേക്ക് കയറി പോവുകയാ. തളത്തിലേക്ക് എത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ, ഞാൻ ജോലിക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരീഷ് റെഡിയാവാനായി റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അടുക്കളയിലേക്ക് പോവാനായി തുടങ്ങിയ സുഭാഷ് ഏട്ടനോടായി സുധീഷും, സുഭാഷ് ഏട്ടാ ഒരു മിനിറ്റ്, നമ്മളെല്ലാവരും എന്താ വിചാരിച്ചിരിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കേ. എന്ത് വിചാരിക്കാൻ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അല്ല, എന്താ വിചാരിച്ചിരിക്കുന്നേന്ന്, ആ മാത്തങ്ങ തന്നെ എന്നെയൊന്ന് ഗൗനിക്ക പോലും ചെയ്തില്ല. ആര് എന്ന് നികേഷ് ചോദിക്കേ. ഇപ്പൊ വന്ന് പോയതല്ലേ നിധിയുടെ MD, ആ മാങ്ങ മോറൻ, അവനെ പറ്റി തന്നെയാ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ സുധീഷും. സുഭാഷ് ഏട്ടാ, അവന് വേറെ പണിയൊന്നുമില്ലേ? ഓഫീസിലിരുന്ന് ജോലി നോക്കിയാ പോരെ അവനെ? ഇതൊക്കെ എന്തിനാ വീട് കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വരുന്നത് എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് വന്ന ഹരീഷും അതിപ്പോ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ വീട്ടിലേക്ക് ഓഫീസിൽ നിന്ന് ആളുകൾ വരുന്നത് സ്വാഭാവികമല്ലേ എന്ന് ഹരീഷും ചോദിക്കും. അതിനിപ്പോ എന്താ കുഴപ്പം? അയാള് സ്മാർട്ടാണെന്ന് കണ്ടപ്പോഴുള്ള സുധീഷ് ഏട്ടന്റെ ചെറിയൊരു കണ്ണുകടി. അല്ല സുധീഷ് ഏട്ടാ എന്ന് നികേഷ് ചോദിക്കുക. ആര്? അവനാണോ സ്മാർട്ട്? സ്മാർട്ടാണ് പോലും. എടാ, സ്വന്തമായിട്ടൊരു സ്ഥാപനവും കാശുമുള്ളതാണോ സ്മാർട്ട്നെസ്? സുഭാഷ് ഏട്ടാ, അങ്ങനെയാണെങ്കിൽ ഞാനും സ്മാർട്ടല്ലേ, പറ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ആ ഓവർ സ്മാർട്ടാ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടനും നീ കാണാനൊക്കെ കൊള്ളാം, പിന്നെ ആ വന്നയാൾക്ക് അയാളുടെ ഒരു ഗെറ്റപ്പും സ്മാർട്ട്നെസ്സും, നിനക്ക് നിന്റേതായൊരു തരത്തിലുള്ള സ്മാർട്ട്നെസ്സും എന്ന് പറയേ ആളുടെ ഉള്ളിൽ ഒരു പേടി കയറിയിട്ടുണ്ട് എന്ന് ഹരീഷും വിളിച്ച് പറയുന്നുണ്ട്. ഏട്ടത്തി അയാളുമായി ഫ്രീ ആയിട്ട് ഇടപെടുന്ന കണ്ടപ്പോഴേ ഉള്ളിലൊരു കിടുക്കം അല്ലേ, അതാണ് ടെൻഷൻ എന്ന് നികേഷും പറയുക. എന്താടാ നീ പറയുന്നേ? എടാ, നീ അങ്ങനെ വിചാരിച്ചിട്ടാണോ സുധീഷേ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. ഏയ് എന്നൊരു പരുങ്ങലോടെ സുധീഷ് പറയേ. എടാ, നിധി ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയല്ലേ അയാള്, അപ്പൊ അയാളോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. അയ്യോ, ഞാൻ നിധിയെ പറ്റി പറഞ്ഞതല്ല സുഭാഷ് ഏട്ടാ. നിധിയെ പറ്റി എനിക്ക് സംശയമോ? നല്ല കാര്യമായി പോയി. ഞാൻ നിധിയെ പറ്റി ഒരിക്കലും അങ്ങനെ പറയില്ല. എനിക്ക് ദേഷ്യം വന്നതേ അവൾ ആ മാങ്ങ തലയനോട് അങ്ങനെ പറഞ്ഞപ്പോഴാ. പുറത്തുള്ള എല്ലാവരോടും ഹസ്ബൻഡാണെന്ന് പറഞ്ഞവളെ ഇന്ന് അവരുടെ മുന്നിൽ വെച്ച് പറയാണ് ഞാൻ കസിനാണെന്ന് എന്ന് പറയുന്നത് കേൾക്കെ ഹരീഷ് പൊട്ടിച്ചിരിക്കെ. ദേഷ്യത്തോടെ സുധീഷും അത് കേട്ടപ്പതേ ഇവന്റെ ഒരു ആക്കിയ ചിരിയും. എന്നാലും അവരുടെ മുന്നിൽ വെച്ച് അവളെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ അവളുടെ കസിനാണോ? പറ സുഭാഷ് ഏട്ടൻ പറ എന്ന് സുധീഷ് ടെൻഷനോടെ ചോദിക്കേട്ടോ. വേറെ എന്ത് പറയും എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. സുഭാഷും വേറെന്താ പറയണ്ടേ? എടാ, അവളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശരിയായ കല്യാണമല്ല, സന്ദർഭവശാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. എടാ, അവള് പോലും വിശ്വസിക്കാത്തൊരു ബന്ധം അവൾ എങ്ങനെ ഓഫീസിലുള്ളവരോട് പറയും എന്നവൻ ചോദിക്കേ. അപ്പോ അവള് മറ്റുള്ളവരുടെ അടുത്തൊക്കെ പറയുന്നതോ എന്ന് സുധീഷും. അതങ്ങനെയല്ലടാ, അത് നമുക്ക് വേണ്ടി പറയുന്നതല്ലേ. എടാ, നമ്മൾ നാണം കെടരുത്, മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെടരുത് എന്ന് കരുതി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. അങ്ങനെ ജോലി എടുക്കുന്ന ഓഫീസിൽ പോയി പറയാൻ പറ്റുമോ
എന്ന് സുഭാഷ് ചോദിക്കെ, ജോലി എടുക്കുന്ന ഓഫീസിൽ അങ്ങനെ പറയാൻ പറ്റൂലല്ലേ? എന്നാ ഞാൻ പറയിപ്പിച്ചോളാം. അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്നെ കസിൻ എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ഞാൻ ഹസ്ബൻഡ് ആണെന്ന് പറയിപ്പിക്കും, നോക്കിക്കോ എന്ന് സുധീഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും സത്യം 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 എന്ന് നികേഷും വിളിച്ചു പറയുന്നുണ്ട്. എന്താടാ എന്ന് ദേഷ്യത്തോടെ സുധീഷ് ചോദിക്കെ, അല്ല ഞാൻ ആ പ്രതിജ്ഞയ്ക്ക് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി വെറുതെ കയ്യിൽ നിന്ന് എടുത്തതാ എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ ചെറുക്ക, നീ ആളെ കളിയാക്കുവാണോ? കളിയാക്കുന്നുടാ എന്ന് ചോദിച്ച് സുധീഷ് അവന്റെ നേരെ ചെല്ലുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ, ദേ ഇവന്റെ മേൽ കൈവച്ച സുധീഷ് ഏട്ടനെ ഞാൻ ഇടിക്കും എന്ന് എതിർത്ത് പറയുന്നുണ്ട്. എടാ മതി മതി പറഞ്ഞു പറഞ്ഞ് എവിടേക്ക് ഈ കയറി പോകുന്നത് എന്ന് സുഭാഷ് ഏട്ടൻ താക്കീത് ചെയ്യേ. സുഭാഷ് ഏട്ടാ, ഞാൻ എന്റെ ഫീലിങ്സ് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ തമാശയാണല്ലേ എന്ന് എല്ലാവരും ഉറപ്പിച്ചോ. ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇന്നു മുതൽ നിങ്ങളൊക്കെ എണ്ണി തുടങ്ങിക്കോ, 6 മാസത്തിനകം. എടാ നോക്കടാ, വെറും 180 days കാണാം എന്ന് നികേഷിനോടും ഹരീഷിനോടും വെല്ലുവിളി നടത്തി സുധീഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അത് കണ്ട് ഹരീഷും, സുഭാഷ് ഏട്ടാ ഇങ്ങനെയാണെങ്കിൽ വൈകാതെ ഊളം പറയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും എന്ന് ചിരിയോടെ പറയേണ്ട. പാവാടാ, അങ്ങനെയൊന്നും പറയില്ലേ എന്ന് സുഭാഷ് ഏട്ടനും. അല്ലാതെ പിന്നെ ഇങ്ങനെ ഭ്രാന്ത് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? എന്നാ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് ജോലിക്കായി ഇറങ്ങുകയാ. നിധി കസിനെന്ന് പരിചയപ്പെടുത്തിയത് വീണ്ടും ഓർത്തെടുത്ത് ടെൻഷനോടെ തന്റെ കട്ടിലിരിപ്പാ സുധീഷ്. അവിടെ സുഭാഷ് ഏട്ടനും നികേഷും അവിനാശും കൂട്ടരും ബാത്റൂമിന്റെ പണിയെടുക്കുന്നത് നോക്കി നിൽപ്പാ. അവിനാശേ, ടൈലിന്റെ പണി ഇന്ന് തീരില്ലേ എന്ന് സുഭാഷ് ചോദിക്കെ, ഹോ ജായക എന്ന് അവിനാശും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, നമ്മുടെ വീട്ടിലെ പണി മാത്രമെന്താ തീരാത്തത് എന്ന് നികേഷ് ചോദിക്കെ. അതങ്ങനെയാടാ എന്ന് സുഭാഷ് പറയുമ്പോഴാണ് പുറകുവശത്തേക്ക് വന്ന സുധീഷ്, സുഭാഷ് ഏട്ടാ ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിക്കുന്നത്. എന്താടാന്ന് സുഭാഷ് ചോദിക്കെ. ഇങ്ങോട്ട് വാ, ഒരു കാര്യമുണ്ട് എന്നവൻ പറയുന്നത് കേൾക്കെ ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിന്റെ അടുത്തേക്ക് പോവുകയാണ്. പുറകെ നികേഷും ചെല്ലുന്നുണ്ട്. എന്താടാ കാര്യം പറയുന്ന സുഭാഷ് പറയെ, നമ്മുടെ അച്ഛനൊരു കാര്യം പറഞ്ഞായിരുന്നു, അത് ശരിയായിട്ട് വരികയെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് സുധീഷ് പറയെ. എന്ത് എന്ന് സുഭാഷ് ഏട്ടനും. സുഭാഷ് ഏട്ടനെ അവള് കാണുന്നത് ശരിക്കും ചേട്ടനെ പോലെയും ഇവനെ കാണുന്നത് അനിയനെ പോലെയും. അങ്ങനെ കണ്ട് എന്നെയും അവൾ ഒരു സഹോദരനെ പോലെ കാണാൻ തുടങ്ങി. അതുകൊണ്ട് അവള് കസിൻ ആണെന്ന് പറയാൻ കാരണം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ, നീ എന്തൊക്കെയാണ് ഈ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. ആലോചിച്ച് കൂട്ടുന്നതൊന്നുമല്ല, അതാണ് സത്യമെന്ന് ടെൻഷനോടെ സുധീഷും. ഹരീഷ് പറഞ്ഞതുപോലെ നിന്റെ തലയ്ക്ക് ശരിക്കും മോളം തുടങ്ങിയോ എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കെ. എന്താ സംശയം? അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വാക്ക് വിശ്വസിക്കാൻ കണ്ട ഒരാളെ എന്ന് നികേഷും പറയുക. സുഭാഷും പറയുന്നുണ്ട്, എടാ നീ കരുതുന്നത് പോലെയൊന്നും അല്ല സുധീഷേ, അവളുടെ മനസ്സിൽ എന്തായാലും ഞങ്ങൾ കാണുന്നത് പോലെയൊന്നുമല്ല നിന്നെ കാണുന്നത്. അത് കേൾക്കെ സുധീഷും, അതെ എന്താ സംശയം? നിങ്ങളെ അവള് സഹോദരന്മാരായിട്ടെങ്കിലും കാണുന്നുണ്ട്, ഞാൻ ശരിക്കും ഒരു അന്യൻ എന്ന് പറയേ. അല്ല, കസിൻ എന്ന് വെച്ചാൽ അന്യനല്ലല്ലോ എന്ന് നികേഷും വിളിച്ചു പറയുക. സുധീഷ് വീണ്ടും, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ വന്നില്ലേ അവളുടെ MD, എന്താ അയാളുടെ പേര് എന്ന ആലോചനയോടെ നിൽക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ് എന്ന് നികേഷ് പറയുന്നുണ്ട്. ആ, സിദ്ധാർത്ഥ സരസ്വതി. അവനെ ആളെ ശരിയല്ല. അവൻ നിധിയെ നോക്കുന്നത് കണ്ടാലറിയാം അവൻ അവളോടൊരു ഇഷ്ടമുണ്ടെന്ന് എന്ന് സുധീഷ് ടെൻഷനോടെ പറയേ. എന്ത് വർത്താനാണ് ഈ പറയുന്നേ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. ഇങ്ങനെയുള്ള ഓഫീസുകളിൽ ഇങ്ങനെയുള്ള കുഴപ്പക്കാരുണ്ടാവും സുഭാഷ് ഏട്ടാ. അവൻ അവളെ ട്യൂൺ ചെയ്യാൻ നോക്കും. എന്നോട് അടുപ്പമില്ലാത്തത് കൊണ്ട് നിധി ആ വലയിൽ ചെന്ന് വീഴുകയും ചെയ്യും. അങ്ങനെ വന്ന സുഭാഷ് ഏട്ടാ അവന് ഞാൻ കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലും എന്ന് സുധീഷ് പറയേ. ആ കൊല്ല് എന്ന് പറഞ്ഞു നിൽപ്പാ സുഭാഷ് ഏട്ടൻ. ഇത് ടോക്സിക് ആണ്, ഹൈ ലെവൽ ടോക്സിക് എന്ന് നികേഷും പറയുന്നുണ്ട്. അതേടാ, ഞാൻ ഇത്തിരി ടോക്സിക് ആണ്, അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടാ എന്ന് സുധീഷും പറയുകയാ. അത് മനസ്സിലാക്കി കൊടുക്കുമെന്ന് സത്യം ചെയ്തതല്ലേ, എന്നാ പിന്നെ അങ്ങനെ ചെയ്താൽ പോരെ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അത് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും, പക്ഷെ എനിക്ക് നിങ്ങളുടെ കൂടി സഹായം വേണം എന്ന് സുധീഷ് പറയേ. ഞങ്ങൾ എന്ത് ചെയ്തു തരണം എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. ഒന്നും ചെയ്തു തരണ്ട, ഇപ്പോഴുള്ളൊരു സ്നേഹമുണ്ടല്ലോ അത് ഇച്ചിരി ഒന്ന് കുറച്ചാൽ മതി. നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കാരണമാ അവൾക്ക് എന്റെ സ്നേഹം വേണ്ടാന്ന് തോന്നുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവളെ പെങ്ങളെ ഏടത്തി എന്ന് പറഞ്ഞ് കൂടുതൽ സ്നേഹിക്കുന്നത് നിർത്തണം, കേട്ടല്ലോ എന്നോർമ്മിപ്പിച്ച് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. അവന്റെ ആ പോക്ക് കണ്ട് എന്താത് എന്ന് പറഞ്ഞ് സുഭാഷിട്ട് നിൽക്കെ. ഹരീഷിട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു, ഇത് ഇത്തിരി പ്രശ്നാ. അല്ല, ഈ പണി തീർക്കണ്ടേന്ന് നികേഷ് ചോദിക്കെ. തീർക്കണം എന്ന് പറഞ്ഞ് അവൻ പോയത് നോക്കി നിൽപ്പാ സുഭാഷും. പിന്നീട് അവിടെ മെക്കാനിക്കൽ ഷോപ്പിൽ ഹരീഷുമായി സംസാരിച്ചിരിപ്പാ നീതു. ഇന്ന് രാവിലെ വീട്ടിൽ മുട്ടം വഴക്കായിരുന്നു എന്നവൾ പറയേ. വഴക്കോ? എന്തിന്? നമ്മുടെ കാര്യം പറഞ്ഞിട്ടാണോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഏയ്, ഇതൊരു ഇഡ്ഡലി വഴക്കാ. എനിക്ക് ഇഡ്ഡലി കണ്ണിന് നേരെ കണ്ടൂടാ. പുളിയുള്ളതാണെങ്കിൽ പറയും വേണ്ട, പുളിച്ച് കല്ല് പോലുള്ള ഇഡ്ഡലി വെച്ച് തന്നിട്ട് പറയാ വേണമെങ്കിൽ തിന്നിട്ട് പൊയ്ക്കോളാൻ. അപ്പവും കടലക്കറിയും വേണമെന്ന് ഞാൻ വാശി പിടിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇഡ്ഡലി എടുത്ത് പുറത്തേക്ക് ഒരു ഒറ്റയേറ. ആ സമയത്ത് അമ്മ അങ്ങോട്ട് തിരിഞ്ഞതും ഇഡ്ഡലി അമ്മയുടെ തിരുമണ്ടയിൽ. ഞാൻ ഇഡ്ഡലി കൊണ്ടെറിഞ്ഞ് കൊല്ല നോക്കിയെന്ന് അമ്മയും. ഇഡ്ഡലി ഏറുകൊണ്ട് ഇന്നുവരെ ഒരാളും ചത്തിട്ടില്ലെന്ന് ഞാനും പറഞ്ഞു.
അവസാനം അച്ഛൻ പോയി അപ്പവും കടലക്കറിയും വാങ്ങി കൊണ്ടുവരുന്നതുവരെ ഞാൻ വാശി പിടിച്ചു. അവസാനം ഞാൻ തന്നെ ജയിച്ചു എന്ന് നീതു പറയേ, അത് കുറച്ചു കൂടുതലായി പോയി എന്ന് ഹരീഷും. എന്ത് കൂടുതല്? ഞാൻ വാശി പിടിച്ചാ സാധിച്ചേ അടങ്ങൂ എന്നവൾ പറയേ, അതേതാണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഹരീഷും. എന്നിട്ട് അപ്പവും കടലക്കറിയും കഴിക്കാനിരുന്നപ്പോ അതും പറഞ്ഞിട്ടായി ചീത്ത. ഈ വീട്ടിലെ ഫുഡ് കഴിക്കൂല, ഹോട്ടലിൽ നിന്ന് മാത്രമേ പിടിക്കുകയുള്ളൂ, നശൂലം ചാവാലം പിടിവാശിക്കാരി തുടങ്ങി ചീത്തയോട് ചീത്ത. നല്ല കടലക്കറിയായിരുന്നു. അതിന്റെ സ്വാദ് കാരണം ഞാൻ അമ്മ പറഞ്ഞതൊന്നും കേൾക്കാനേ പോയില്ല. നിനക്കെന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് നീതു ചോദിക്കേ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. സുഭാഷേട്ടൻ ഉണ്ടാക്കുന്നത് എന്തും എനിക്ക് ഇഷ്ടമെന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഇഷ്ടപ്പെട്ടത് കിട്ടണമെന്ന് ഞാൻ വാശി പിടിക്കും. അതിന്റെ കാരണം എന്താന്ന് ചോദിക്കുന്നത് നീതു പറയേ. എന്താ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അമ്മയാ കാരണം. ചേട്ടൻ എന്ത് ഇഷ്ടമാണെങ്കിലും അമ്മ അത് അപ്പ വെച്ചു കൊടുക്കും. എനിക്ക് മാത്രം തരില്ല. പണ്ട് റീമ കല്ലിങ്കലെ വീട്ടില് മീൻ വെച്ചാ നല്ല കഷ്ണം ആൺകുട്ടികൾക്ക് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? അതെല്ലാ വീട്ടിലുമുണ്ട്. ആണുങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേക പരിഗണന, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഞാൻ അത് സമ്മതിച്ചു കൊടുക്കില്ല. പണിയെടുക്കാൻ ഞാനും തിന്നാൻ പ്രിവിലേജ് അവനും. അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റോ? 2 പാട്ട വെള്ളം പോലും കോരാത്തവന് അത്രയ്ക്ക് പരിഗണന ആവശ്യമില്ല. ഉണ്ടോ എന്ന് നീതു ചോദിക്കേ. ആവോ എനിക്കറിയില്ല എന്ന് ഹരീഷും. അതെന്താ അറിയാത്തെ എന്ന് നീതു ചോദിക്കേ. അതിപ്പോ ഞങ്ങളുടെ വീട്ടിലെ പെങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീ പറഞ്ഞ തരംതിരിവൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് പങ്കിട്ട് കഴിക്കും എന്നവൻ പറയേ. നിന്റെ വീട്ടിലേക്ക് വരുമ്പോ എനിക്കുള്ളൊരു സന്തോഷം അതാണ് എന്ന് നീതുവും. പങ്കിട്ട് കഴിക്കുന്നതോ എന്ന് ഹരീഷ് ചോദിക്കേ. ഏയ്, എല്ലാ ജോലിയും നിങ്ങൾ ആണുങ്ങൾ ചെയ്ത് ശീലിച്ചല്ലോ, അതുകൊണ്ട് എന്റെ വീട്ടിൽ ഞാൻ ചെയ്യണ പോലെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നവൾ പറയുന്നത് കേട്ട് ഹരീഷ് ചിരിക്കുമ്പോഴാണ് അതുവഴി ഓട്ടോ ഓടിച്ചു വരികയായിരുന്ന അവളുടെ അച്ഛൻ ചന്ദ്രൻ അവരെ കണ്ട് അവിടെ ഓട്ടോ നിർത്തി ഡി എന്ന് ദേഷ്യത്തോടെ വിളിക്കുന്നത്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ചെല്ലുമ്പോഴേക്കും അച്ഛനും ഓട്ടോ നിർത്തി ഇറങ്ങി. ഈ നേരത്തെ നിനക്ക് ഇവിടെ എന്താടി കാര്യം എന്ന് ചോദിക്കേ. അത് വണ്ടി സർവീസ് ചെയ്യാൻ വന്നതാ എന്ന് നീതുവും. എന്നിട്ട് വണ്ടി ഇവിടെ എന്ന് അച്ഛൻ ചോദിക്കേ. ഇവിടെ വന്നപ്പോഴാ വണ്ടി എടുത്തില്ലെന്ന് ഓർത്തതെന്ന് നീതുവും. നീ എന്താ ആളെ കളിയൊക്കെയാണോ? നീ എത്ര തവണ പറഞ്ഞാലും ഇവനുമായിട്ട് സംസാരിക്കുന്നത് നിർത്തില്ല അല്ലേ? നാട്ടുകാർ നിന്നെക്കുറിച്ച് എന്താ പറയുന്നെന്നറിയോ എന്ന് അച്ഛൻ ചോദിക്കേ. നാട്ടുകാർക്കൊന്നും വേറെ പണിയില്ലേ? ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുകയാണോ അവര് എന്ന് നീതുവും. തറുതല പറഞ്ഞ് അടിച്ച് പല്ല് കൊഴിക്കും ഞാൻ എന്നച്ഛൻ ദേഷ്യത്തോടെ പറയേ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. പിന്നെ എന്തിനാ ഇവിടെ വന്ന് ദേഷ്യപ്പെട്ട് സമയം കളയണേ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. നീയേ വീട്ടിലേക്ക് വാ, ബാക്കിയുള്ളത് അവിടെ വെച്ച് തരാം. അവൾക്ക് കാണാനും മിണ്ടാനും തോന്നിയ ഒരുത്തൻ. നീ മര്യാദയ്ക്ക് എന്റെ കൂടെ വീട്ടിലേക്ക് വാ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്നച്ഛൻ പറയേ. എന്തായാലും ഞാൻ വന്നില്ലേ, ഇനി കുറച്ച് സംസാരിച്ചിട്ട് വരാമെന്ന് നീതുവും. ഇങ്ങോട്ട് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് അച്ഛൻ നീതുവിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുക. നീ വീടാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുള്ള അച്ഛന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് അച്ഛൻ എന്താ എന്നെ മകളായി പിടിച്ചു വലിച്ചാ ഞാൻ വരുമെന്ന് വിചാരിച്ചാണോ? ഹരീഷിന് എനിക്ക് ഇഷ്ടമാണെന്ന് അച്ഛനറിയാലോ. ഇഷ്ടപ്പെട്ട ആളോട് സംസാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്നവൾ പറയേ. നീ അപ്പോ വരില്ല അല്ലേ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. വരാതെ എവിടെ പോവാനാ? അത് എന്റെ കൂടി വീടല്ലേ. തൽക്കാലം വരുന്നില്ലെന്നാ പറഞ്ഞ് അച്ഛൻ വെറുതെ നിന്ന് ഓട്ടം കളയണ്ട, ഞാൻ വീട്ടിലേക്ക് വന്നോളാം എന്ന് നീതുവും കൂളായി പറയുന്നുണ്ട്. അത് കണ്ട അച്ഛനും ഹരീഷിനോടായി. ഇവളുടെ ഈ അഹങ്കാരത്തിനു കാരണം നീയാണെന്ന് എനിക്കറിയാം, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കിക്കോ എന്ന് വിരൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയാ നീതുവിന്റെ അച്ഛനും. ഇതൊന്നും കേട്ട് ഹരീഷ് പേടിക്കണ്ട, അച്ഛനൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് നീതു പറയേ. അവര് രണ്ടുപേരെയും ദേഷ്യത്തോടെ ഒന്ന് നോക്കി. നീതുവിന്റെ അച്ഛൻ ഓട്ടോ എടുത്തു പോവുകയാ. അയാൾ പോയി കഴിയുമ്പോഴേക്കും ഹരീഷും നീതുവിനോടായി. എടി, എന്ത് ധൈര്യടി നിനക്ക്? എന്തൊക്കെയാ നീ പറഞ്ഞേ എന്ന് ഹരീഷ് അമ്പരപ്പോടെ ചോദിക്കേ. ഹരീഷ് കൂടെ എന്തെന്നുള്ള ധൈര്യമാണ് എന്നവൾ പറയേ. എടി, എന്നാലും അത് നിന്റെ അച്ഛനല്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അച്ഛനായതുകൊണ്ടാ ഇത്ര ഫ്രീ ആയിട്ട് സംസാരിച്ചത് എന്നവൾ പറയേ. ഇത്തിരി മര്യാദ കാണിക്കായിരുന്നു എന്ന് ഹരീഷും. മര്യാദ കാണിച്ച ഇപ്പൊ കൂടെ ചെല്ലണ്ടേ? അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അച്ഛനല്ലേ, ഞാൻ നോക്കിക്കോളാം. അത് വിട്, നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞവർ വീണ്ടും വന്നിരുന്ന് വീട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ തരംതിരിവ് പാടില്ല, അത് ശരിയല്ലേ എന്ന് നീതു ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിപ്പാ. പിന്നീട് രാത്രിയാകുമ്പോ അച്ഛനെ ഉമ്മറത്തിരുന്ന് പാട്ടും പാടിക്കൊണ്ട് ബ്രാൻഡി അടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ട് പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ നീ ഒരു പൂമ്പാറ്റയായി മാറി. ഒരേ ആളെഴുതിയ 2 പാട്ടുകളാ. പി ഭാസ്കരൻ മാഷ്, ലെജൻഡ്. ഒന്നിൽ നിറയെ സംസ്കൃതം, ഒന്നിൽ നിറയെ തനി മലയാളം. എങ്ങനുണ്ട് എന്നച്ഛൻ ചോദിക്കേ. ഇത്രയൊക്കെ വിവരമുണ്ടായിട്ടും അച്ഛൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് നിധി ചോദിക്കുന്നുണ്ട്. എങ്ങനെ ആയിപ്പോയി എന്നച്ഛൻ ചോദിക്കേ. ഇങ്ങനെ വീട്ടിലാരും ഒട്ടും വില കൽപ്പിക്കാത്ത ഒരാളായിപ്പോയി എന്നവൾ ചോദിക്കേ. അതെ, നമുക്ക് വിലയിടുന്നത് മറ്റുള്ളവരാണെന്ന തോന്നലിന്റെ കുഴപ്പമാണ്. ശരിക്കും മറ്റുള്ളവരെ അതിനനുവദിക്കരുത്. നമുക്ക് നമ്മൾ തന്നെ വില നിശ്ചയിക്കണം. അങ്ങനെ നോക്കുമ്പോഴേ ഭാസ്കരന്റെ വില ഈ വീട്ടിലെന്നല്ല, കേരള സംസ്ഥാനത്തിൽ തന്നെ ആർക്കുമില്ല. അത്രയ്ക്ക് റെയർ പീസല്ലേ എന്നച്ഛൻ പറയേ. വലിയ ആത്മാഭിമാനമാണല്ലോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എന്താ സംശയം? ഈ പ്രായത്തിലും ഭാസ്കരൻ ആരുടെ നേരെ കൈനീട്ടാതെ ജീവിക്കുന്നില്ലേ എന്നച്ഛൻ അഭിമാനത്തോടെ ചോദിക്കേ. പക്ഷേ മക്കളുടെ മുന്നിൽ വട്ടപൂജ്യമാണ് മാർക്കെന്ന് മാത്രം എന്ന് നിധി ഓർമ്മിപ്പിക്കേ. പോവാൻ പറ, ലീവ് ഇറ്റ്.
അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണം എന്ന് ചോദിച്ചച്ഛൻ കുപ്പിയുടെ അടുത്ത് ബ്രാൻഡി വായിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി വായിലേക്ക് ഒഴിച്ച് കുടിക്കുക. നിധി അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നത് കണ്ട് നോക്കണ്ട ഇവിടെ ഇരുന്ന് ഞാൻ ബീഡി വലിക്കില്ല എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നത് കണ്ട് എവിടെ പോവാ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഒരു ബീഡി വലിക്കാനേ എന്നച്ഛൻ പറയേ ഇപ്പോഴല്ലേ വലിക്കില്ലെന്ന് പറഞ്ഞതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അല്ല ഇവിടെ ഇരുന്ന് വലിക്കണ്ടെന്നല്ലേ പറഞ്ഞത് എന്നച്ഛൻ ചോദിക്കേ. തൽക്കാലം എവിടെ ഇരുന്നും വലിക്കണ്ട അവിടെ ഇരിക്കുന്ന നിധി പറയേ. അത് സമ്മതിച്ച് അച്ഛനും ആ ഉമ്മറത്തോട്ടിരിപ്പാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് നിധി പറയേ. എന്താ എന്ന് അച്ഛനും. ഈ വീട് ഒരു സാധാരണ വീട് പോലെ ആവണമെന്ന് അച്ഛൻ ആഗ്രഹമില്ലേ എന്നച്ഛൻ ചോദിക്കേ. എല്ലാരും തമ്മിൽ സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ കഴിയുന്ന ഒരു വീടായിട്ട് എന്നവൾ ചോദിക്കേ ചിരിയോടെ. മനസ്സിലായി അച്ഛനും മക്കളുമൊക്കെ കളിയും ചിരിയും പാട്ടുമൊക്കെ ആയിട്ട് അല്ലേ എന്ന് അച്ഛനും ചോദിക്കുക. അതെ എന്നവൾ സന്തോഷത്തോടെ പറയേ. വിഷുവും ഓണവും ഒക്കെ ഒരുമിച്ച് ആഘോഷിച്ച് ഒരുമിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് പൂക്കളമൊക്കെ ഇട്ട് അങ്ങനെയല്ലേ എന്നച്ഛൻ ചോദിക്കേ. അതെ നല്ലതല്ലേ എന്ന് നിധിയും ചോദിക്കുക. നല്ലതാ എന്ന് പറഞ്ഞ് പൂവിളി പൊന്നോണുമായി എന്ന് പറഞ്ഞ പാട്ട് പാടുകയാ അച്ഛൻ. നല്ലതാ, വളരെ നല്ലതാ. എന്നിട്ട് കല്യാണ പ്രായമാവുമ്പോ തന്തയ്ക്കും തള്ളയ്ക്കും ഇഷ്ടപ്പെട്ട ആളുമായിട്ട് കല്യാണത്തിന് സമ്മതിക്കാതെ വന്ന വീട്ടിൽ നിന്ന് അടിച്ചോടിക്കണം അല്ലേ എന്ന് അച്ഛൻ ചോദിക്കേ. നിധിയും ആകെ വല്ലായ്മയോടെ നോക്കി നിൽപ്പാ. അയ്യോ ഞാൻ നിന്നെ ഉദ്ദേശിച്ചല്ല മോളെ. എന്റെ അനിയത്തി പൂതനയുടെ വീട്ടിൽ എന്താ ഉണ്ടായേ? ഇതുതന്നെയല്ലേ. ഭാസ്കരൻ കുട്ടികളെ നിയന്ത്രിക്കാൻ പോയിട്ടില്ല. അത് ചെയ്യേ ഇത് ചെയ്യരുത് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫുൾ സ്വാതന്ത്ര്യം. പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ വളരുകയോ തളരുകയോ ഒക്കെ അവരുടെ ഇഷ്ടം. പറക്കമുറ്റുന്നത് വരെ വേണ്ടതൊക്കെ നൽകിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ തീരുമാനം. ഈ പ്രകൃതിയിലേക്കൊന്നും നോക്കുമോളെ. ഏതെങ്കിലും ജീവികളുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ അവരുടെ മക്കള് വളരുന്നത്? അല്ല, ഭാസ്കരന്റെ പോളിസി അതാ എന്നച്ഛൻ പറയേ. പക്ഷേ ഒരു മൃഗവും കള്ളം കുടിച്ച് ബീഡിയും വലിച്ച് പാട്ടും പാടി മറ്റു മൃഗങ്ങളെ ശല്യം ചെയ്യാറില്ല. സ്വന്തം കുഞ്ഞിനെ അതിന്റെ അമ്മയിൽ നിന്ന് മാറ്റി പാർപ്പിക്കാറുമില്ല. സ്വന്തം അമ്മയെ മകന്റെ അടുത്തുനിന്ന് തുരത്തിവിട്ട് ഒരിക്കൽ പോലും അവരെ കാണാൻ പോലും സമ്മതിക്കാതെ ഒരാൺമൃഗവും മകനെ വളർത്താറില്ല. അതുകൊണ്ട് വലിയ വാചകമടിയൊന്നും വേണ്ട. നിങ്ങളുടെ അതേ ക്വാളിറ്റിയാ മകൻ സുധീഷിനും കിട്ടിയിരിക്കുന്നത് എന്ന് നിധി പറയുന്നത് കേട്ട് അമ്പരപ്പോടെ അവളെ നോക്കിയിരിക്കുന്ന അച്ഛനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. തന്നെയും നിധിയെയും ഒന്നിപ്പിക്കാനായി എന്തെങ്കിലും ശ്രമം സുഭാഷേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് സുധീഷ് സുഭാഷേട്ടനെ ചോദ്യം ചെയ്യുന്നതും ബൈക്കിൽ പോകുകയായിരുന്ന നീതുവിന്റെ അനിയൻ നീതുവും ഹരീഷും ഒന്നിച്ചിരുന്ന് പ്രണയ സല്ലാപം നടത്തുന്നത് കാണുന്നതും വീട്ടിലെത്തിയ നീതുവിനെ പൊതിരെ തല്ലുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.